യുടെ അച്ഛനും അമ്മയും മറ്റ് ബന്ധുക്കളും പെൺകുട്ടി പറഞ്ഞതാണ് ശരിയെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള എല്ലാ അലങ്കാര പണികളും എടുത്തു മാറ്റിക്കൊണ്ട് പിരിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ കല്യാണ തലേന്ന് വരൻ്റെ സുഹൃത്തുക്കളുടെ അമിതമായ മദ്യപാന അക്രമവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി കല്യാണത്തിൽ നിന്ന് ധീരമായിട്ട് പിൻവാങ്ങിയിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന്, കൃഷ്ണഗിരി ജില്ലയിൽ നിന്ന് വരുന്നത്. മാധ്യമപ്രവർത്തകനും മറുനാടൻ മലയാളിയുടെ ഉടമയുമായ ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തിട്ടുള്ളത്. ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമം തുടങ്ങിയെന്ന് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നു. സംഘം ചേർന്ന് ആക്രമിക്കൽ, മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് 3-അംഗ സംഘം ഷാജൻ സ്കറിയയെ തൊടുപുഴ മങ്ങാട്ട് കവലയിൽ വെച്ച് ആക്രമിച്ചത്. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു ഈ ആക്രമണം നടന്നത്. DYFI പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന് ഒരു ആരോപണം ഉണ്ട്. തൊടുപുഴയിൽ വെച്ച് നടന്ന ഈ സംഭവത്തിൽ DYFI പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റു. മറുനാടൻ മലയാളിയുടെ ഓൺലൈൻ ചാനൽ എഡിറ്റർ ഷാജൻ സ്കറിയ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നുള്ള നിലയ്ക്കാണ് DYFI പ്രവർത്തകർക്ക് നേരെ ആരോപണം ഉയർത്തിയിരിക്കുന്നത്. നഗരത്തിലെ മങ്ങാട്ട് കവലയിൽ SFI സംസ്ഥാന സെക്രട്ടറി M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത TA നസീർ അനുസ്മരണ സമ്മേളനത്തിൻ്റെ വേദിക്ക് സമീപത്ത് വൈകിട്ട് 6:30യോടെയായിരുന്നു ഈ മർദ്ദനം. മുതലക്കോടത്ത് ഒരു വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ഷാജൻ സ്കറിയയുടെ കാറിൽ മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. തുടർന്ന് കാർ നിർത്തിയ ഷാജനെ കാറിനുള്ളിൽ വെച്ച് തന്നെ 4-അംഗ സംഘം മൂക്കിലും ശരീരത്തിലും തുടരെ ഇടിക്കുകയായിരുന്നു എന്നാണ് ഒപ്പമുണ്ടായിരുന്നവർ പറയുന്നത്. മൂക്കിൽ നിന്ന് ചോര ഒഴുകുന്ന നിലയിലായിരുന്നു ഷാജൻ സ്കറിയ. തൊടുപുഴ SHO S മഹേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് ജില്ലാ ആശുപത്രിയിലേക്കും വിദഗ്ധ ചികിത്സയ്ക്കായി സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്കും ഷാജൻ സ്കറിയയെ മാറ്റി. DYFI പ്രവർത്തകരായ 4 പേരെ പ്രതിയാക്കി അന്വേഷണം ആരംഭിച്ചുവെന്നാണ് തൊടുപുഴ SHO പറയുന്നത്. ഷാജൻ സ്കറിയ എത്തിയതറിഞ്ഞ് ആസൂത്രിതമായി വാഹനം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ ഉള്ള വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്.